ആപ്കി അദാലത്തിൽ ഫോർമർ യൂണിയൻ മിനിസ്റ്റർ സ്മൃതി ഇറാനിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ ഈ സീരിയലിനെ കുറിച്ച് എപ്പോ അനൗൺസ് ചെയ്തുവോ, അതായത് ഞാൻ വീണ്ടും തുളസി ക്യാരക്ടറിൽ വരാൻ പോകുന്നു എന്നുള്ള ആ അനൗൺസ്മെന്റ്, ഇതിലൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. കോൺഗ്രസ്സുകാർ വളരെയധികം സന്തോഷത്തിലാണ്. അതായത് താങ്കൾ ടി വിയിലേക്ക് വന്നല്ലോ എന്ന്. ഒരു പ്രശ്നം തീർന്നിരിക്കുന്നു, പശു വെള്ളം കുടിക്കാൻ വേണ്ടി തിരിച്ചു പോയിരിക്കുകയാണെന്ന്. നിങ്ങൾ എന്നെ പശു എന്ന് പറയുന്നോ അല്ല വെള്ളം എന്ന് പറയുന്നോ? എന്നെ പശു എന്ന് പറയുകയാണെങ്കിൽ എന്റെ ശരീരം നോക്കി പറയുകയാണ്. വെള്ളമെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അർത്ഥം. ഞാൻ താങ്കളുടെ മനസ്സിന്റെ ആഴത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്, അല്ലാതെ താങ്കളുടെ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച്. അറ്റ്ലീസ്റ്റ് ജനങ്ങൾക്കെങ്കിലും മനസ്സിലായല്ലോ ഞാനൊരു പശുവല്ല എന്ന്. ഞാൻ താങ്കൾക്കൊരു കോംപ്ലിമെന്റ് നൽകാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറെ മാസങ്ങളായി താങ്കൾ നല്ലതുപോലെ വെയിറ്റ് കുറച്ചിരിക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ ശരിക്കും സമാധാനപ്പെട്ടിരിക്കുക താങ്കൾ പോയല്ലോ എന്ന്. പക്ഷേ യുദ്ധക്കളത്തിൽ സാർ ഒരുപാട് ശിപ്പായികൾ തോറ്റുപോകാം. ചിലർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടമായേക്കാം. ഒരു ശത്രുവിനെ ജയിച്ചാൽ നമുക്ക് വരുന്ന സന്തോഷം പോലെ നമ്മുടെ മനസ്സും ഉണ്ടാകണം. നമ്മളെ അവർ തോൽപ്പിച്ചാലും അവരെ നമ്മൾ തോൽപ്പിച്ചെന്ന് വിരോധികൾ വിചാരിക്കുന്നത് പോലെ ജീവിക്കണം. അതായത് അവനെ നമ്മൾ ജയിച്ചിരിക്കണം. പക്ഷെ വിരോധിക്കും അതറിയാം. ദൈവത്തിന്റെ അനുഗ്രഹം അളവില്ലാതെ എപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നുവോ, നിങ്ങൾ എത്ര വട്ടം നശിപ്പിച്ചാലും ഞാൻ തിരികെ വരുന്നതാണ്. കോൺഗ്രസ് അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ്, ഗുഡ് ലക്ക് സ്മൃതി ഇറാനി എന്ന്. അതായത് സാർ, നിങ്ങൾ എന്റെ ജീവിതത്തിൽ അടർത്തി മാറ്റാൻ പറ്റാത്ത ബന്ധമായിരിക്കുകയാണ് മീഡിയയെ സംബന്ധിച്ച്. നിങ്ങൾ പണ്ട് കോൺഗ്രസ് എന്നെ നോക്കി ഓ സ്മൃതി എന്ന് പറഞ്ഞതും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്നവരുടെ ഒഫീഷ്യൽ ഹാൻഡലിൽ ഗുഡ് ലക്കും പറഞ്ഞിട്ടുണ്ട്. ശത്രുവിനെ കൊണ്ട് ഗുഡ് ലക്ക് എന്ന് പറയിപ്പിച്ച ഒരു ഇന്ത്യയിലെ സ്ത്രീ, അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആരോ കമന്റ് ചെയ്തിരിക്കുകയാണ്, വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു, ബുദ്ധു ഇതാ എത്തിയിരിക്കുന്നു എന്ന്. അവർ എതിനെക്കുറിച്ചാണ് ബുദ്ധു എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ടാലന്റായ ഒരാൾ 25 വർഷങ്ങളായി മീഡിയ, ടെലിവിഷനിൽ, രാഷ്ട്രീയത്തിലും തന്റെ സ്ഥാനം സ്ഥാപിച്ചവർ നിങ്ങൾ നോക്കിയാൽ വളരെ താഴേക്കിടയിൽ നിന്നും തന്റെ അധ്വാനം കൊണ്ട് ജയിച്ച് മുൻപിലോട്ട് വന്നവർ, അതായത് വളരെ കഠിനമായ അവസ്ഥയിൽ പോലും നാട്ടിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരാളെ, അവരെക്കുറിച്ച് കോൺഗ്രസ്സുകാർ ബുദ്ധു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ബുദ്ധുവായി തന്നെ ഇരിക്കാം. ഞാൻ ഈ സമൂഹത്തിനെ തറ മുതൽ ആകാശം വരെ കണ്ടിട്ടുണ്ട്. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് എന്നെപ്പോലെ അധ്വാനിക്കുന്നവരെ, സാധാരണ കുടുംബത്തിൽ നിന്നും വരുന്നവരെ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഈ മാതൃദേശത്തിന്റെ സ്ത്രീകൾ, സാധാരണ കുടുംബത്തിൽ നിന്നും വരുന്നവർ മണ്ടികളായേ തോന്നുള്ളൂ അത്രേ. അതുകൊണ്ടാണ് അടുത്ത 15 വർഷവും ഓപ്പോസിറ്റ് പാർട്ടിയായി ഇരിക്കാൻ പോകുന്നത്. അതായത് അവർ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേഠിയിൽ സ്മൃതി ഇറാനി തോറ്റതിന് ശേഷം താങ്കളുടെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതായെന്നാണ് കരുതുന്നത്. എല്ലാം കഴിഞ്ഞെന്ന് കരുതുന്നു. 2014 ഞാൻ അമേഠിയിൽ തോറ്റിട്ടുണ്ട്. ചാന്ദിനി ചൗക്കിൽ പോലും 2004 ഞാൻ തോറ്റിട്ടുണ്ട്. നിങ്ങൾ നന്നായി ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷെ 2004 ചാന്ദിനി ചൗക്കിൽ ഞാൻ വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ആപ്കെ അദാലത്തിൽ ഒരു സ്മൃതിയായി ഞാൻ ഇരിക്കുമായിരുന്നോ? എന്റെ തലയെഴുത്തിൽ എപ്പോഴും ജയിക്കണമെന്നതില്ല. ഞാൻ ഒരുപാട് തോൽവികൾ കണ്ടിട്ടാണ് എന്റെ വിധിയിൽ വിജയിച്ചതെന്ന് പറയാനാകും. താങ്കളുടെ പാർട്ടിക്കാരുടെ ആ കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കൂ. ദേവിയത് താങ്കൾ പാട്ട് പാടുകയാണ്. അവർക്കറിയാം എന്റെ പാർട്ടിയിൽ ഒരു കൺഫ്യൂഷനുമില്ല. കോൺഫിഡന്റായിരിക്കുന്നു സ്മൃതി ഇറാനിയുടെ കാര്യത്തിൽ. എപ്പോഴൊക്കെ നാട്ടിനു മുൻപിൽ, സമൂഹത്തിനു മുൻപിൽ ഒരു പോരാട്ടം ചെയ്യേണ്ട അവസ്ഥയുണ്ടാകുന്നുവോ, എപ്പോഴൊക്കെ പാർട്ടി മൂലം സമുദായത്തിനും നാട്ടിനും സഹായം ചെയ്യുന്ന ഒരവസ്ഥ കിട്ടിയാലും, എന്റെ ആവശ്യം എപ്പോഴൊക്കെയാണോ ഉള്ളത്, ഞാൻ എന്റെ കടമകളൊക്കെ വളരെ കൃത്യമായി ചെയ്യും. താങ്കൾ വീണ്ടും സാസ്ബി കവി ബഹുത്തി എന്നുള്ള സെറ്റിലാണ് പോയിരിക്കുന്നത്. അതെ, ഇതൊരു പുതിയ ചാലഞ്ച് അല്ലേ? ഒരുപാട് ആളുകൾ കരുതുന്നു ഞങ്ങൾ മീഡിയയിലായതുകൊണ്ട് ഇൻഡ്യുലറായിരിക്കുന്നുവെന്ന്. സമുദായത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയില്ലെന്ന് കരുതുന്നു. ചിലർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാനാകൂ. ഒരു ആർട്ടിസ്റ്റ് സ്റ്റേജിൽ തന്റെ ക്യാരക്ടർ പെർഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീനിൽ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ മൂലം, ന്യൂസ് ചാനൽ മൂലം സമുദായത്തിനെ രൂപീകരിക്കുകയാണ്, അവർക്ക് മനസ്സിലാക്കിപ്പിക്കുകയാണ്. അവർക്ക് സ്വയചിന്ത കാണും, അവർക്ക് അവരുടേതായ അനുഭവം കാണും. രാജ്യത്തിന്റെ ഹൃദയമിടിപ്പിനോടൊപ്പം അവരുടെ ഹൃദയമിടിപ്പും ഒന്നുചേരും. രാജ്യത്തിന്റെ ഹൃദയമിടിപ്പിനോടൊപ്പം ഒന്നിച്ച് ജീവിക്കുന്ന ഭാഗ്യം എത്ര പേർക്ക് കിട്ടും? ഇപ്പോൾ ഞാൻ കലാകാരന്മാരുടെ ഇടയ്ക്ക് പോയെന്ന് വെച്ചോളൂ. ഈ യുവാക്കളെ പോലെ ഒരുപാട് കലാകാരന്മാരുടെ ഒരു കൂട്ടം തന്നെയുണ്ട്.
അവരെന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ ക്രിപ്റ്റിനെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ കുറച്ചാണ്. നിയമസഭാ മണ്ഡലത്തിൽ എന്തൊക്കെ നടക്കുന്നു, നാടിന്റെ നിധി അവസ്ഥയിൽ എന്തൊക്കെ മാറ്റമുണ്ട്, രാജ്യത്തിന്റെ ചരിത്രം എന്താണ്, അതിന്റെ ഭാവി എങ്ങനെയാണ് മെച്ചപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇത് ഒരു പ്രോബ്ലം അല്ലേ? കാരണം 2014-ലും അപ്പോൾ താങ്കൾ ഒരു സെറ്റിലുണ്ടായിരുന്നു. താങ്കൾക്ക് അപ്പോൾ ഒരു ഫോൺ വന്നു. താങ്കൾ എല്ലാം ഉപേക്ഷിച്ച് അവിടുന്ന് ഞാൻ പുറപ്പെട്ടു വന്നു. സിംലയിൽ ഋഷി കപൂർ സാറിനോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു. ആ സമയത്ത് രാവിലെ എനിക്കൊരു ഫോൺ വന്നു, നിങ്ങൾ ഉടനെ ഡൽഹിയിൽ എത്തണം, ഇന്ന് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന്. അതാണ് ഞാൻ ക്യാമറയെ ഫേസ് ചെയ്ത അവസാനത്തെ ഘട്ടമായിരുന്നു അത്. അവസാനമായി ഋഷി കപൂർ സാറിനോടൊപ്പം അഭിനയിച്ച സിനിമ. ഋഷി കപൂർ സാർ താങ്കളോട് പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞു, കണ്ണ് ചിമ്മിക്കൊണ്ട് വെറുതെ സമയം പാഴാക്കരുതെന്ന്. അവിടെയുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാരും ഇത് കേട്ട് ഒരുപാട് സന്തോഷിച്ചു. അതുകൊണ്ട് എന്നെ ഉടനെ ബാഗ് പാക്ക് ചെയ്തിട്ട് തിരിക്കാൻ പറഞ്ഞു. രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എത്ര വലിയ കാര്യമാണ്. അതിനേക്കാളും വലിയ ഭാഗ്യം എന്തുണ്ടാകാനാണ്? അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു ചാൻസ് വന്ന് താങ്കൾക്ക് വീണ്ടും ഒരു ഫോൺ വന്നാൽ ആ സീരിയലിന്റെ സെറ്റിൽ നിന്നും തിരിച്ച് ഡൽഹിയിലേക്ക് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമോ താങ്കൾ? ദേ നോക്കൂ, അവസരങ്ങൾ ഞാൻ തേടി ചെന്നിട്ടില്ല, അവസരങ്ങളാണ് എന്നെ തേടി വരിക. അതുകൊണ്ട് ഏത് അവസരം എപ്പോഴെന്നെ തേടി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അവസരം എന്നെ തേടി വരുമ്പോൾ അവർ തീർച്ചയായും എന്നെ വെറുക്കുന്നതുമല്ല, നാണിക്കുകയുമില്ല. എന്റെ കഴിവിനെക്കുറിച്ച് മീഡിയയിലും ശരി രാഷ്ട്രീയത്തിലും ശരി നന്നായിട്ടറിയാം. ഞാൻ ആ ബെഞ്ച് മാർക്കിൽ നിന്നും താഴേക്കിറങ്ങില്ല. ഈ ആപ്കെ അദാലത്തിൽ വാക്കു നൽകുകയാണ്. പല പ്രാവശ്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഫിലിം സ്റ്റാർ അമിതാഭ് ബച്ചൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിരുന്നു. അതിനുശേഷം ശരിക്കും അദ്ദേഹം വെക്സായി പോയി. കാരണം ഇതൊരു സെസ്ഫുൾ ആണ്, അതുകൊണ്ട് ഇനി ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് പറഞ്ഞു. രാജേഷ് ഖന്ന സാറും രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഇതേ അനുഭവത്തോടുകൂടി തിരിച്ചു പോയതാണ്. ഞാൻ രാഷ്ട്രത്തിനു വേണ്ടിയല്ല വന്നത്, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. വ്യത്യാസങ്ങളുണ്ട്. അതായത് രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും തേടും. രാജ്യത്തിനു വേണ്ടി നമ്മൾ ചേരുകയാണെങ്കിൽ നാട്ടിന്റെ നല്ലതിനു വേണ്ടി, അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പുതിയ വഴികൾ നമ്മൾ തേടിച്ചെല്ലും. രണ്ടിനും വ്യത്യാസമുണ്ട്. നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഒരുപാട് ആളുകൾ അത് ചെയ്യും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് കരുതുന്നത്, അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് വളരെ ചുരുക്കം ആളുകൾക്കേ ലഭിക്കാറുള്ളൂ. എന്നെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ജീവൻ അർപ്പിച്ചും പണിയെടുക്കാവുന്നതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വിജയം ഇതാണ്. BJP-യിലേക്ക് സ്മൃതി ഇറാനിയായി വന്നു. ഇപ്പോൾ ഞാൻ എല്ലാവരുടെയും ചേച്ചിയായി മാറിയിരിക്കുന്നു. അതായത് താങ്കളുടെ പങ്കാളിത്തം തുളസി എന്നുള്ള ആ ക്യാരക്ടറിൽ വളരെ വലുതായിരുന്നു. അത് ജനങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു പ്രേരണ നൽകിയ ഒന്നായിരുന്നു. ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ 150 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ഷോ ചെയ്യുമ്പോൾ ഏക്താ കപൂറിനെ അപേക്ഷിച്ച് എന്റെ കയ്യിലും ഒരു വലിയ വീടുണ്ടായിരുന്നിരിക്കാം, ഒരു വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നിരിക്കാം, വലിയ വണ്ടി ഉണ്ടായിരിക്കാം. പക്ഷേ സമുദായത്തിൽ ഞാൻ ഒരുപാട് ഫാൻസിനെ കാണുമ്പോൾ ഞാൻ അവരോട് നന്ദി പറയും. കാരണം അവര് കാരണമാണ് 150 കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ആ സീരിയൽ തിരികെ തുടങ്ങിയപ്പോൾ അത് വെറും ഒരു ക്യാരക്ടറല്ല, അത് വെറും ഒരു സീരിയലല്ല, ഒരുപാട് പേരുടെ ദിവസക്കൂലിയാണത്. ജനങ്ങളെ കൊണ്ട് മാത്രമേ അതിനെ വളർത്താനും വലുതാക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായി ഓർമ്മയിരിക്കട്ടെ, എപ്പോഴൊക്കെയാണ് നിങ്ങൾ TV ഓൺ ചെയ്യുന്നത്, ആരോ ഒരാളുടെ വീട്ടിൽ അടുപ്പ് കത്തുന്നെന്ന് അർത്ഥം. മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞിരുന്നു. ആ സമയത്ത് താങ്കൾക്ക് ഒരു ദിവസം 1800 രൂപയാണ് ശമ്പളമെന്ന്. അതെ, എനിക്ക് മെക്ഡോണൽഡ്സിൽ 1500 രൂപ ശമ്പളം കിട്ടും. അപ്പോഴാണ് എന്നോട് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ ആക്ടിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 1500 രൂപ ശമ്പളം കിട്ടുമെന്ന്. അപ്പോൾ എന്റെ മുഴുവൻ ശ്രദ്ധയും അതിൽ മാത്രമായിരുന്നു. നിങ്ങൾ കാശിനായി ഒരുപാട് കഷ്ടപ്പെടുന്നു, ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. ഒരു വശത്ത് ഏക്തയുണ്ടായിരുന്നു. ഞാനൊരു വലിയ ചരിത്രം പഠിക്കാൻ പോകുന്നുവെന്ന് അവർ ഒരുപാട് സന്തോഷിച്ചു. മാഡം, എനിക്ക് ശമ്പളമല്ലാതെ വേറൊന്നും മുഖ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ ദിവസം വാങ്ങിച്ചിരുന്ന ആ 1800 ഇപ്പോൾ 18 ലക്ഷമായി മാറിയെന്ന് കേട്ടു. 18 ലക്ഷമൊന്നും ആയില്ല. ഒരുപക്ഷെ അത് കിട്ടിയാലും അതൊരു വലിയ കാര്യമല്ല. കാരണം ഈ ഫീൽഡിൽ ആണുങ്ങളെക്കാളും സ്ത്രീകൾക്ക് ശമ്പളം കുറച്ചാണ് കിട്ടുന്നത്. ഞാൻ ഫീൽഡിൽ ഉണ്ടായിരുന്നതുവരെ എല്ലാരെക്കാളും ഞാൻ കൂടുതൽ ശമ്പളമാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. എനിക്കിത് ക്യാമറയുടെ മുൻപിൽ പറയാൻ യാതൊരു പേടിയുമില്ല. കാരണം ഞാൻ എന്റെ ടാക്സ് കറക്റ്റായിട്ട് അടയ്ക്കാറുണ്ട്. എന്റെ ആഗ്രഹം എന്താണെന്നാൽ, എന്നെപ്പോലെ തന്നെ എല്ലാ ആക്ട്രസും, എന്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഇവിടെയുള്ളവർ അവരുടെ ഫീൽഡിൽ ചെന്ന് പറയണം, എനിക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനി അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ എനിക്ക് പുരുഷന്മാർക്ക് ഈക്വലായി സാലറി വേണം, ഞാൻ പുരുഷന്മാരെക്കാളും ബെറ്ററായി ചെയ്താൽ എനിക്ക് അതിന് ഈക്വലായി സാലറി വേണമെന്ന് ചോദിക്കണം.
താങ്കൾ തുളസി റോളിൽ അഭിനയിച്ചു, അത് മുഖേന ഒരു ഇമേജും താങ്കൾക്ക് ലഭിച്ചു. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രയോജനം ലഭിച്ചു? തീർച്ചയായും ഇല്ല, ലോസ് ആണ് ഉണ്ടായത്. കാരണം ഞാൻ ഈ രാഷ്ട്രത്തിലേക്ക് പുതിയതായി വന്നപ്പോൾ നടിമാരൊക്കെ അത്ര സീരിയസ് ആയിരിക്കില്ലെന്ന് എല്ലാരും പറഞ്ഞു. അവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അറിയില്ല, നാട്ടിന്റെ നിയമത്തിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. ഒരു പോസ്റ്റിംഗിലായിരുന്നാൽ തന്റെ കടമകൾ ശരിക്കും നിറവേറ്റില്ലെന്ന് അവർ കരുതി. അതിനായി ടൈം സ്പെൻഡ് ചെയ്യില്ല, ജനങ്ങളെ ചെന്ന് കാണില്ല, പാവങ്ങളെ ചെന്ന് സഹായിക്കില്ല. ഞാൻ എന്തർത്ഥത്തിലാ പറഞ്ഞെന്ന് വെച്ചാൽ, ഇവിടെ ഹേമാമാലിനി ഉണ്ട്, അവരും BJP-യിൽ അതെ. വലിയൊരു സ്റ്റാർ ക്യാമ്പയിനറാണ്, പാർലമെന്റിലും പ്രവർത്തിക്കുന്നുണ്ട്. അവർ പബ്ലിക് മീറ്റിംഗിൽ പോവുകയാണെങ്കിൽ ജനങ്ങൾ ഷോലെ സിനിമയിലുള്ള ഡയലോഗ്സ് പറയാൻ പറയുകയാണ്. ആ സമയത്ത് അവർ പറയുന്നത് ചൽ ധനോ എന്ന ഡയലോഗാണ്. ഇന്ന് ബസന്തിക്ക് ഒരു മര്യാദയുടെ പ്രശ്നമുണ്ടെന്ന്. താങ്കൾ പോകുന്ന സമയത്ത് ജനങ്ങൾ താങ്കളോട് തുളസിയിലുള്ള ഡയലോഗ് പറയാൻ ടെലിവിഷനിൽ നിർബന്ധിക്കും. എന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു ചോദ്യവും വന്നിട്ടില്ല. പക്ഷേ ഹേമാജി ഒരു നടിയായിരിക്കുന്ന സമയത്ത് ഐക്കോണിക് ഡയലോഗിനു വേണ്ടിയും ഐക്കോണിക് സിനിമയ്ക്ക് വേണ്ടിയും പ്രസിദ്ധമായവരാണ്. ഇപ്പോഴും അവരെ അതേ കാഴ്ചയിലാണ് കാണുന്നത്. കാരണം അങ്ങനെ ഒരു മുദ്ര കുത്തപ്പെടുന്നു. ദേശത്തിന്റെ കൾച്ചറൽ ഭൂപടത്തിൽ മീഡിയ രൂപീകരിക്കുന്നതാണ് ഇതെല്ലാം. എന്റെ സീരിയലിൽ ഇതുപോലത്തെ ഐക്കോണിക് ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഞങ്ങളൊരു സാധാരണ സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് കാണിച്ചത്. അതുപോലെ രാഷ്ട്രീയത്തിലും ഞാൻ ഒരുപാട് ചിന്തിച്ച് നല്ലൊരു തീരുമാനമെടുത്തു. എന്നെ ആരെങ്കിലും ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായി നോക്കുകയാണെങ്കിൽ സ്മൃതി ഇറാനിയെ മാത്രമേ കാണാൻ പാടുള്ളൂ. ഞാനൊരു കഥാപാത്രമായി ജനങ്ങളുടെ ചിന്തകളെ നശിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി കാണിക്കാൻ പാടില്ല. കാരണം രാഷ്ട്രീയം എന്നത് വെറുമൊരു കളിയല്ല. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്നാൽ എന്റെ പ്രായം അപ്പോൾ വളരെ കുറവായിരുന്നു. ചെറുപ്പത്തിലുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നാൽ ആദ്യം പഠിക്കുക എന്നിട്ട് പ്രവർത്തിക്കുക എന്ന് പറയും. യങ്സ്റ്റേഴ്സ് എന്ത് പറയും? ചാൻസ് കിട്ടിയാലല്ലേ അനുഭവിക്കാൻ സാധിക്കുമെന്ന്. ആദ്യത്തെ കാര്യം, എന്റെ വയസ്സ് കുറവാണ്, പിന്നെ ഞാനൊരു സ്ത്രീയാണ്, കൂടാതെ ഞാനൊരു സീരിയൽ ആക്ട്രസുമാണ്. അതിലെനിക്ക് തുളസിയുടെ ക്യാരക്ടർ സീരിയൽ ഒന്നും ആക്ട് വലിയ ചെയ്ത താങ്കൾ കാര്യമല്ല. വളരെ ചെറുപ്പക്കാരിയാണ്. പക്ഷേ നിതിൻ ഗഡ്കരി താങ്കളെ ഒരു പ്രായമുള്ള വ്യക്തിയായി കണ്ടു. ആ ഞാൻ യുവ മോർച്ചയിൽ ഉപരാഷ്ട്രപതിയായിരുന്നു 2013-ൽ. എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ചെയർമാൻ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ, അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്, ദേവേന്ദ്ര ഫഡ്നവിസ്. പിന്നെ പർബണിലിരുന്ന് സുജിത് ഠാക്കൂർ എന്റെ ചെയർമാനായിരുന്നു. അതുപോലുള്ള വലിയ ആളുകൾ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ MLC-യിൽ ഇരിക്കുകയാണ്. നിതിൻജി അവരെല്ലാരെയും വിളിച്ച്, നിങ്ങൾക്ക് വട്ടെന്തെങ്കിലും പിടിച്ചോ? ആ വയസ്സായ സ്ത്രീയെ യുവമോർച്ചയിൽ എന്തിനാണ് ചെയർമാനാക്കിയതെന്ന് ഇവരെല്ലാരും ചേർന്ന് നിതിൻജി സാറിനോട് പറയേണ്ടതായി വന്നു. 70 വയസ്സായി തുളസി ക്യാരക്ടറിൽ അഭിനയിച്ചിരിക്കുന്നു, പക്ഷെ അവർക്ക് 25 വയസ്സാണെന്ന്. അപ്പോഴാണ് നിതിൻ സാറിന് ഒരു സന്തോഷം വന്നത്. എന്നാൽ സാരമില്ല, വിട്ടേക്കുമെന്ന്. 70 വയസ്സ് സ്ത്രീക്ക് യുവമോർച്ചയിൽ എന്താണ് കാര്യമെന്ന് കരുതിയെന്ന്. താങ്കൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ആ തുളസി എന്നുള്ള ക്യാരക്ടർ ലോകം മുഴുവനുമുള്ള ജനങ്ങളെ കീഴടക്കിയ ഒരു ക്യാരക്ടറാണ്. അതായത് താങ്കൾ മദീനയിലേക്ക് പോയപ്പോ അവിടെയും തുളസിയെ കാണാൻ വേണ്ടി ജനങ്ങൾ വന്നെന്നാണ് കേട്ടത്. ഞാനൊരു മന്ത്രിയായി മെദീനയിലേക്ക് ചെന്നിരുന്നു. പിന്നെ അവിടെ ചെന്ന് എനിക്കൊരു ചെറിയ ചിന്തയും ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ കൾച്ചർ പ്രകാരമാണ് ചെന്നത്. എന്റെ നെറ്റിയിൽ പൊട്ട്, കുങ്കുമം, പിന്നെ കഴുത്തിൽ താലി, ഈ രീതിയിലുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് മെദീനയ്ക്കകത്തേക്ക് ആർക്കും ചെല്ലാൻ പറ്റില്ല. കാരണം അതൊരു വലിയ മഹത്വമുള്ള സ്ഥലമാണ് മുസ്ലിം സമൂഹത്തിന്. പക്ഷെ എനിക്ക് അനുവാദം അവർ നൽകി. നിങ്ങളുടെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് പോകാമെന്ന് അവർ പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ സെക്യൂരിറ്റി വളരെ ടൈറ്റായിരുന്നു. ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ, അല്ല അത് കാരണം വേറെന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നമുണ്ടായാൽ, ദേഷ്യപ്പെട്ട് ആരെങ്കിലും സ്മൃതി ഇറാനിയെ അടിക്കാനായി വന്നാലോ, അതുകൊണ്ട് സെക്യൂരിറ്റി ചുറ്റിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ അവസ്ഥയിൽ ഞാൻ ഒരു കോർണറിലേക്ക് ചെന്നതും എന്നെ നോക്കി ഒരു കൂട്ടം ആളുകൾ ഓടി വരാൻ തുടങ്ങി. ഉടനെ അവിടെ സെക്യൂരിറ്റി അലർട്ടായി. ഒരുപക്ഷേ ഈ കോലം കണ്ടിട്ട് ആർക്കെങ്കിലും ദേഷ്യം വന്നോ എന്ന്. പക്ഷേ പെട്ടെന്ന് അവിടെ നിന്ന് ഒരാൾ തുളസി എന്ന് നിലവിളിച്ചു. അപ്പോൾ ഞാൻ എന്നെ അടിക്കാൻ വരികയല്ല, ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വരികയാണെന്ന് ഞാൻ പറഞ്ഞു. സെക്യൂരിറ്റി ചോദിച്ചു, തുളസി എന്നാൽ ആരാണത്? ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു. കാരണം അവരെല്ലാരും തന്നെ വേറെ സ്റ്റേറ്റിൽ നിന്നും വന്നവരാണ്. അവരിവിടെ ഒരു ഫിലിം ഗ്രേജിന് വേണ്ടി വന്നിരിക്കുകയാണ്. അവർ വേറെ വേറെ ദേശത്തു നിന്നും വന്നവരാണ്. എന്നോടെന്തു പറഞ്ഞെന്നാൽ, സ്വാഗിലിൽ ആ സീരിയൽ ഡബ്ബായപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്നിരുന്നു. അപ്പോൾ അവർ എന്തു പറഞ്ഞെന്നാൽ, അവർ ഡോണോ TV-യിൽ തുളസി എന്ന ക്യാരക്ടർ കണ്ടിട്ടുണ്ടത്രേ. എനിക്ക് ഡബ് ചെയ്യാൻ അഫ്ഗാനിസ്ഥാൻ ആർട്ടിസ്റ്റ്, അവരും ഇലക്ഷനിൽ നിൽക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ശരി, നല്ലതെന്ന് പറഞ്ഞു. ഇപ്പോൾ അതേ സീരിയലിൽ താങ്കൾ വീണ്ടും അഭിനയിക്കാൻ പോകുന്ന ആ ക്യാരക്ടർ ഇതുപോലെ ആ ഐക്കോണിക് ക്യാരക്ടർ തന്നെയാണോ?
അതിന് നിങ്ങൾ ഏക്തയെ അടുത്ത് വിളിച്ചിരുത്തി ചോദ്യം ചോദിക്കണം. പക്ഷേ ഒന്ന് മാത്രം നേരാണ്, അത് ഏക്തയായിരിക്കട്ടെ അല്ലെങ്കിൽ ചാനലായിരിക്കട്ടെ, അവർക്ക് എന്റെ ജീവിതയാത്ര അറിയാം. 2 ഘട്ടങ്ങളായി സമുദായവുമായി ബന്ധപ്പെട്ടതാണ്. എന്റെ ആഗ്രഹം എന്തെന്നാൽ ഇപ്പോഴുള്ള ജനറേഷൻ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ ജനറേഷനോടൊപ്പം എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, എങ്ങനെയൊക്കെയാണ് വെറുപ്പുകൾ ഉണ്ടാകുന്നത്. അതായത് യങ്സ്റ്റേഴ്സൊക്കെ കരുതും ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല എന്ന്. സ്നാപ്ചാറ്റിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്ക് എന്തറിയാം. പിന്നെ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹങ്ങൾ, പിന്നെ അവരുടെ മനസ്സിലുള്ള ചെറിയ ചെറിയ പേടികൾ, പിന്നെ ഞങ്ങളെക്കാളും അടുത്ത ജനറേഷൻ അവർ ഞങ്ങളോട് പറയും, കണ്ടോ കുട്ടികൾ വളർന്നതിന് ശേഷം എത്ര കഷ്ടമാണെന്ന്. ഇങ്ങനത്തെ 3 ജനറേഷന്റെ കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഏതോ ഒരു ഭാഗത്തെ യോജിച്ചിരിക്കുന്നു. അത് വ്യൂവേഴ്സ് കാണുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു.